ഇന്ന് നമുക്ക് ചേമ്പിൻ്റെ താളും കപ്പയിട്ട് കറി വെച്ചാലോ. അതിനായിട്ട് നമുക്ക് ചേമ്പിൻ്റെ താള് ആദ്യം തന്നെ പറിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഒരു ചേമ്പ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇവിടെ വെണ്ട നട്ടേക്കണ കാരണം അത് ചോല വരട്ടെന്ന് വിചാരിച്ച് കുറേയൊക്കെ ഞാൻ ഒടിച്ച് കളഞ്ഞിരുന്നു കേട്ടോ. താള് കറി വയ്ക്കാൻ വന്നപ്പോഴാണ് എന്നാലും 2-3 താളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനപ്പോൾ അത് ഓരോന്നായിട്ട് മുറിച്ചെടുക്കുകയാണ് കണ്ടോ. അപ്പുറത്ത് ഒടിച്ചൊടിച്ച് വെച്ചത് ചീഞ്ഞ് പോയിരുന്നു. 2-3 താള് കിട്ടി. അതിൻ്റെ അടുത്തായിട്ട് ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് കുറേ ചേമ്പ് ഞാൻ നട്ടിരുന്നതാണ് കേട്ടോ. അതിപ്പോൾ പാമ്പ് വരണ ഇതെല്ലാം പറിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇതൊരെണ്ണം മാത്രം ഇവിടെ നിർത്തിയിരുന്നതാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ചേന ഒരു ചാക്കിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് കണ്ട സ്ഥലമില്ലാത്ത കാരണം ഞാൻ കുറേയൊക്കെ പറിച്ചു കളഞ്ഞതായിരുന്നു. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേനെ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പാമ്പ് വരും. അപ്പുറത്ത് കുഞ്ഞ് തോടാണ്. അപ്പോൾ അവിടെ നിന്ന് കയറി മതിലിൽ കൂടി കയറി വരും. അത് കാരണം അധികമൊന്നും വളർത്താൻ പറ്റില്ല. ഞാൻ ഇപ്പുറത്ത് വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട്, തക്കാളി നട്ടിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ പോയി മഴയത്ത്. ഇവിടെ ചീരയും ഉണ്ട്, വേലിച്ചീരയുണ്ട്. അപ്പം ഞാനെല്ലാം ഇത്രയും താള് കിട്ടിയിട്ടാണ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറം ഭാഗം ഒന്ന് ചീകി കളഞ്ഞിട്ട് ചിലവർ 2 വശവും ഒന്ന് ചെത്തിക്കളയുള്ളൂ. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും അത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ 4ആയിട്ട് മുറിച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുക്കറിൽ ഒരാവി കയറ്റാം കേട്ടോ. അല്ലെങ്കിൽ കലത്തിൽ നമ്മൾ വേവിച്ചാലും മതി. വേഗം റെഡിയാക്കാൻ വേണ്ടിയിട്ട് സമയം പോയത് കാരണം ഞാൻ കുക്കറിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു വിസിൽ വരണ്ട കേട്ടോ. ഒന്ന് ആവി കയറ്റിയാൽ മതി, പെട്ടെന്ന് വേഗം. പിന്നെ ഞാൻ കപ്പയും വേഗം നന്നാക്കി വെച്ച് അതും ഇതേപോലെ തന്നെ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചിയും പച്ചമുളകും ഒരു തണ്ട് വേപ്പിലയും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാനൊരു ചെറിയ ഉരുളിയാണ് എടുത്തേക്കണത്. അപ്പോൾ താള് വെന്ത് വന്നപ്പോൾ അത് പകുതിയായിട്ട് ഉള്ളെങ്കിലും നമുക്ക് കപ്പയും അതും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കാനൊക്കെ പാകത്തിന് ചെറിയ ഉരുളിയാണ്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ച ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ളതായാലും ഞാൻ 1 സ്പൂൺ ചേർത്തുള്ളൂ. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ ആദ്യം തന്നെ കപ്പയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ താള് വേവിച്ച് വെച്ചേക്കുന്നത് അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം ഞാൻ കുക്കറിൽ വെള്ളമൊന്നും വെച്ചിരുന്നില്ല, പക്ഷെ അതിൽ ആ താളിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അതേ കപ്പയും താളും കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇത് വെറുതെ തന്നെ കഴിക്കാം കേട്ടോ. ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാം, അല്ലെങ്കിൽ ഇത് കപ്പയും താളും കൂടി ഇത് തന്നെയും കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡല്ലേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇപ്പം ഞാൻ ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വിളമ്പേണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു കറിയാണ്. ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനും നമുക്ക് തന്നെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ തറവാട്ടിൽ നിന്ന് കുറച്ച് ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനും ചേമ്പിൻ്റെ താളും കപ്പയും കൂടി അത് നല്ലൊരു കോമ്പിനേഷനായിട്ടാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. കപ്പയും താളും ചിക്കൻ്റെ ഒപ്പം. ചിക്കൻ കായിട്ട് വെച്ചതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറൊന്നും ചെയ്യണേ. പിന്നെ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ